വിസ്മയ സഞ്ചാരത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളോടൊപ്പം ഇപ്പോൾ പഴയകാല മാന്ത്രികൻ പ്രൊഫസർ PKK പന്തലായനി. അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര് കുഞ്ഞിക്കണ്ണൻ എന്നാണ്, പക്ഷേ അദ്ദേഹം സ്റ്റേജിൽ അറിയപ്പെടുന്നത് PKK പന്തലായനി എന്നാണ്. എങ്ങനെയാണ് അങ്ങനെ ഒരു പേര് വരാൻ കാരണം? സ്ഥലപ്പേരല്ലേ സ്ഥലപ്പേര് പന്തലായനി, പക്ഷെ എന്റെ വീട്ടിന്റെ പേരും പന്തലായനി. അപ്പോ PKK എന്ന് പറഞ്ഞാല് കുഞ്ഞിക്കണ്ണൻ പന്തലായനി. അതെ, പിന്നെ പന്തലായനി എന്ന് പറയുന്ന സ്ഥലത്തിന്റെ പേരും അങ്ങനെയാണ് PKK പന്തലായനി ആയത്. അത് ശരി. നമ്മുടെ പ്രൊഫസർ ശ്രീധരൻ സാറിനോടൊപ്പം 82 മുതൽ ഇദ്ദേഹം പ്രവർത്തിക്കുന്നു. ശ്രീധരൻ സാർ എന്നോട് പറഞ്ഞത് ഇതാണ് എന്റെ മാസ്റ്റർ ബ്രെയിൻ എന്നാണ്. ഏതെങ്കിലും ഒരു മാജിക് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഒരു രഹസ്യം ഉണ്ടാക്കാനും അത് ഇംപ്ലിമെന്റ് ചെയ്യാനും ഒക്കെ ഇദ്ദേഹത്തിന് ഒരു പ്രത്യേക കഴിവുണ്ട്. ശരിക്കും പറഞ്ഞാൽ പല ഇല്യൂഷന്റെയും സൃഷ്ടാവ് ഇദ്ദേഹമാണ്. മാജിക്കിൽ ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിക്കും എന്ന് വെച്ചാൽ ചിലത് സീക്രട്ട് അറിഞ്ഞൂടാത്ത ചില മാജിക്കുകൾക്ക് ഇന്നതാണ് സീക്രട്ട് എന്ന് പറഞ്ഞിട്ട് ആ സീക്രട്ട് കണ്ടുപിടിക്കും. ചില സാധനങ്ങൾ നമ്മുടെ മനസ്സിൽ തന്നെ തോന്നും ഇങ്ങനെ ഒരു ആശയം ചെയ്തു കഴിഞ്ഞാൽ നന്നാവില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്. ഇതിൽ ഏത് കാറ്റഗറിയാണ് സാറ് കൂടുതൽ സ്വീകരിച്ചിട്ടുള്ളത്? അധികവും കണ്ടിട്ട് നോക്കി മനസ്സിലാക്കും, എന്നിട്ട് അതിനെപ്പറ്റി ആലോചിക്കും, എന്നിട്ട് അതിനൊരു സീക്രട്ട് ശരിക്കുള്ള സീക്രട്ട് ആവണമെന്നില്ല. അപ്പൊ എവിടെ കണ്ടാലും അതിനൊരു സീക്രട്ട് അതുണ്ടാവും. മജീഷ്യന്മാർ ഈ മുഖം ഓർത്ത് വയ്ക്കുന്നത് നന്നായിരിക്കും. കാരണം എന്ത് മാജിക് കണ്ടാലും അതിന്റെ ഒരു രഹസ്യം ഇദ്ദേഹം കണ്ടുപിടിക്കും, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ഒരു ആശയം ആ രഹസ്യമാക്കി മാറ്റും, അത് ഉണ്ടാക്കുകയും ചെയ്യും അല്ലേ? ഈ പിന്നെ എത്ര 82-ലാണ് മാജിക്. അതിനു മുമ്പ് മാജിക് അറിയായിരുന്നോ? അതെ അതെ അറിയായിരുന്നു. ഇതിന്റെ മുന്നേ ഞാൻ 81-ല് സ്വന്തമായിട്ട് ഒരു പ്രോഗ്രാം അവതരിപ്പിച്ചു. 81 എന്റെ നാട്ടില് ഒരു കലാസമിതിയിലെ വാർഷികത്തിന്. ശരിക്കും ആരാ ഗുരു മാജിക്കിന്റെ ഗുരു? ആദ്യമായിട്ടുള്ള ഗുരു JT ഗോമാക്സ് എന്ന് പറയും, തിരുവനന്തപുരം. JT ഗോമാക്സ്. അയാള് ഗുരു എന്ന് പറയാം, എന്റെ ഗുരു തന്നെയാണ്. പുള്ളിയുടെ സാധനമാണ് കണ്ടത്. അതെ, പുള്ളിയുടെ ഒരു ബുക്ക് കിട്ടി, മാജിക് നിങ്ങൾക്കും പഠിക്കാം എന്നുള്ള. കോളേജ് ഓഫ് മാജിക് എന്ന് പറഞ്ഞ ഒരു ബുക്ക് എന്റെ കയ്യിൽ ബുക്ക് സ്റ്റാളിൽ നിന്ന് കിട്ടിയത്. അത് വായിച്ചപ്പോൾ അയാളുടെ അഡ്രസ്സും എല്ലാം കിട്ടി. ബോംബെയിലായിരുന്നു. അങ്ങനെ തപാൽ വഴി മാജിക് പഠിക്കാം എന്നും പറഞ്ഞിട്ട് പത്രത്തിൽ പരസ്യങ്ങൾ. ആ പരസ്യത്തിൽ ഞാൻ അദ്ദേഹത്തിന് ലെറ്റർ അയച്ചു. ഇപ്പൊ ഈ സാംതലാൽ എന്ന് പറയുന്ന ആളിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ നിർമ്മിക്കപ്പെടുന്ന എല്ലാ മാജിക് എക്വിപ്മെന്റ്സിനും പിറകിൽ ഈ കമ്പനിയാണ് സാംതലാൽ. എന്നെ പരിചയപ്പെടുത്തിയത് ആന്റണി അറക്കൽ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. ഇപ്പൊ നമുക്ക് വേണ്ടിയിട്ട് ഒരു മാജിക് കാണിച്ചു തരാമോ? കാണിച്ചു തരാം. പഴയ കാലത്തെ ഒരു മാജിക് നമുക്ക് വേണ്ടി കാണിക്കാം. മാജിക്കിനോട് ഇഷ്ടം തോന്നാനുള്ള കാരണം എന്താ? അന്നത്തെ കാലത്ത് മാജിക് അങ്ങനെ ഒരുപാട് പേരൊന്നും മാജിക്കിന് രംഗത്തേക്ക് വരാത്ത കാലമല്ലേ? അതെ, മാജിക്കിനോട് ഇഷ്ടം വരാനുള്ള കാരണം ഞാൻ പന്തലായനി UP സ്കൂളിലായിരുന്നു പഠിച്ചത്. ആ പഠിക്കുന്ന കാലത്ത് ശ്രീധരേട്ടന്റെ ഗുരു ആയ KG കുറുപ്പ് സാറ് അവിടെ വന്ന് മാജിക് ഷോ ചെയ്തിരുന്നു. അപ്പോ അത് കണ്ടപ്പോ എനിക്കും ഒരു ഭയങ്കരമായ താല്പര്യമായി. പിന്നെ അദ്ദേഹത്തെ പറ്റി അന്വേഷിച്ചു, പക്ഷെ പോയി നോക്കാനോ എന്തെങ്കിലും ചിന്തിക്കാനോ പറയാനോ ഒന്നും അന്ന് വളരെ സാമ്പത്തികമായിട്ട് വളരെ അങ്ങ് വിഷമത്തില്ല വീട്. അതിന്റെ പേരിൽ അതിനൊന്നും എനിക്ക് കഴിഞ്ഞില്ല. അതാണ് ഈ ആഗ്രഹം മനസ്സിൽ. അതെ 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 ഒരു പുസ്തകം വാങ്ങി പഠിക്കാന്ന്. അതെ, അങ്ങനെ പുസ്തകം വിരിച്ച് പഠിച്ചു. അതിനുശേഷം ഒറ്റ ഷോ പുറത്തുനിന്ന് ചെയ്തു. ആ ഷോ 81-ൽ അത് ഹിറ്റായി. അത് പരിചയപ്പെട്ടു. അങ്ങനെ പിന്നെ ശ്രീധരേട്ടൻ ഞാനുമായി ഞങ്ങൾ 3 പേര് ഒരു വളരെ ഇത്. പിന്നെ ശ്രീധരേട്ടൻ ഷോ നിർത്തുന്നവരെ ഞാൻ കൂടെ ഉണ്ട്. അതിനുശേഷം ശ്രീജിത്ത് തുടങ്ങിയപ്പോ ശ്രീജിത്തിന്റെ കൂടെ ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഇപ്പോഴും ആക്റ്റീവാണ്. ഇപ്പോഴും ശ്രീജിത്തിന് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ട്, ഹെൽപ്പ് ചെയ്യാറുണ്ട്, പിന്നെ അസിസ്റ്റന്റ് ചെയ്യാറുണ്ട്, എല്ലാ കാര്യവും ചെയ്യാറുണ്ട്.
ഈ മാജിക്കുമായിട്ട് കുറെ നാളത്തെ പരിചയമുണ്ട്. നമ്മളൊക്കെ മാജിക് കാണുന്നതിനൊക്കെ എത്രയും മുമ്പ് താങ്കൾ പഠിച്ചു തുടങ്ങിയ ആളാണ്. അപ്പോ ഈ ഇപ്പോഴത്തെ മാജിക്കും പഴയ മാജിക്കും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ് തോന്നുന്നത്? ഇപ്പോഴത്തെ മാജിക്കും പഴയ മാജിക്കും ആയിട്ട് വളരെ വ്യത്യാസമുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അന്നൊക്കെ ഞങ്ങൾ പോകാൻ പറഞ്ഞാൽ ഒരു ചെറിയ ഷൂട്ട് കേസ് സാധനവുമായിട്ട് വന്നു. ഞാനും ശ്രീധരേട്ടൻ, പിന്നെ ഒരു ബാലേട്ടൻ ഉണ്ടായി, അദ്ദേഹം മരിച്ചു. ഞങ്ങൾ 3 ആളും ഒരു ഷൂട്ട് കേസ് മാത്രം പിടിച്ചിട്ട് പോകാം. എത്ര മണിക്കൂർ? 1 മണിക്കൂർ, 1.5 മണിക്കൂർ, 2 മണിക്കൂർ, അതെ 2 മണിക്കൂർ വരെ ഞങ്ങൾ ഷോ നടത്തി. അതെന്താ കാര്യം എന്ന് പറഞ്ഞാൽ മുഴുവനും കൈയടക്കം. അതാണ് ഈ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറഞ്ഞാൽ വളരെ 1-2 ഐറ്റംസ് മാത്രമേ ഉണ്ടാവും, ബാക്കി കംപ്ലീറ്റും ഇതാണ്. അപ്പോ ഇന്നതല്ല, ഇന്ന് 2 ബാൻ നിറച്ചു കൊണ്ടുപോയാലും 1 മണിക്കൂർ കഴിയല. അതാണ് അത്രയുള്ള വ്യത്യാസം. പ്രൊഫസർ വിയൂർ ശ്രീധരൻ സാറിന്റെ ട്രൂപ്പില് പിന്നെ വെടിയുണ്ട കടിച്ചു പിടിക്കുന്ന ജോലി എന്ന് പറയുന്നത് അത് വളരെ സാഹസികമായ ഒരു ആക്ടാണ്. അതിന്റെ ഏറ്റവും അപകടം നിറഞ്ഞൊരു ജോലി നിർവഹിക്കുന്ന ആളാണ് അദ്ദേഹം. അവിടെ നിന്ന് വെടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ താങ്കളുടെ വായിൽ നിന്നാണ് ആ വെടിയുണ്ട് അല്ലേ? അതെ. എന്നൊക്കെ വെടിവെച്ച കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് ഇപ്പോ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കളിയുള്ള സമയത്ത് ഒരു റിട്ടയർഡ് അധികാരിയായിരുന്നു ഈ തോക്ക് കൊണ്ടുവന്നത്. ആ തോക്ക് കൊണ്ടുവന്നിട്ട് വെടി വെക്കാൻ അദ്ദേഹത്തോട് പറഞ്ഞ് വെക്കുന്നില്ല. അവസാനം ശ്രീരേട്ടൻ അങ്ങേയറ്റം പറഞ്ഞതിന് ശേഷം അയാൾ വെടിവെക്കുന്നത്. അപ്പോൾ വെടിവെച്ച ഉടനെ തന്നെ എനിക്കൊരു ആക്ട് ഉണ്ട്. ഉടനെ ഇവിടെ വെടി കൊള്ളുന്നതായിട്ടുള്ള ഒരു ആക്ട് ഉണ്ടാവും, ഒരു കളറും വരും. അത് കണ്ടപ്പോൾ അദ്ദേഹം വീണുപോയി. പിന്നെ അദ്ദേഹം കൊണ്ട് ഒരു വളരെ എവിടെയല്ലോ കൊണ്ടുപോയിട്ടൊക്കെയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതിന് ശേഷമാണ് ശരിയായി വന്നത്. അതിന് ആ ടൈമിൽ തന്നെ അവിടെയൊക്കെ ചില സമയത്ത് ആൾക്കാരെല്ലാം ശ്രദ്ധ അങ്ങോട്ട് മാറിപ്പോവുക. അല്ല, ഈ അന്ന് ടെക്നോളജി ഒന്നും ഇല്ലാത്ത സമയത്ത് ഹൃദയത്തിന്റെ അവിടെ പിടിക്കുമ്പോൾ ബ്ലഡ് വരുന്ന എന്താണ് അതിന്റെ രഹസ്യം എന്തായിരുന്നു ഉപയോഗിച്ചത്? അതേ രഹസ്യം ഇപ്പൊ നമുക്ക് പബ്ലിക്കായിട്ട് പറയാൻ പറ്റില്ല. ഞാനൊന്ന് ചോദിച്ചു നോക്കിയതാ, നടക്കില്ല. പഴയ വില്ലന്മാരാണ് ഇപ്പൊ നമ്മുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ട് ആൾക്കാരെ ഞെട്ടിക്കാൻ വേണ്ടിയിട്ട് പലതരം ഡ്രാമയാണ് സ്റ്റേജിൽ പെർഫോം ചെയ്തിരുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പൊ പോലും ഇപ്പൊ മജീഷ്യൻസ് പോലും അങ്ങനത്തെ ഡ്രാമയൊന്നും പെർഫോം ചെയ്യാറില്ല. അന്ന് ഒരു റിട്ടയർഡ് അധികാരിയാണ് പിന്നെ തോക്കുള്ളത് അദ്ദേഹത്തിന്. അപ്പൊ അദ്ദേഹമാണ് വെടിവെക്കാനായിട്ട് വരുന്നത്. അങ്ങനെ അദ്ദേഹത്തെ കൊണ്ട് നിർബന്ധിച്ച് വെടിവെക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ ഇവിടുന്ന് ഇങ്ങനെ ഈ വെടി ഒച്ച കേൾക്കും, ഇദ്ദേഹം ഒരു ഡ്രാമ ആക്ട് ചെയ്യും. അപ്പൊ ഇദ്ദേഹം ഈ നെഞ്ചിന്റെ ഭാഗത്ത് ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് അവിടെ നിന്ന് ബ്ലഡ് വരും. ഇത് കണ്ടിട്ട് അദ്ദേഹം ബോധം കെട്ട് വീണിട്ട് അദ്ദേഹം എവിടെയോ കൊണ്ടുപോയിട്ടാണ് അദ്ദേഹത്തെ പിന്നെ ചികിത്സയൊക്കെ കൊടുത്ത് ശരിയാക്കി എടുത്തത്. ഇതിനകത്തെ ഇന്നാണെങ്കിൽ ഇപ്പൊ തോക്കിൽ നിന്ന് തന്നെ ഒരു ചെറിയ ബുള്ളറ്റ് വന്നിട്ട് ഇവിടെ തറച്ചല്ല ബോഡിയിൽ വന്ന് ബ്രേക്ക് ചെയ്ത് അത് ബ്ലഡ് ആവുന്ന ടെക്നോളജിയൊക്കെ അല്ലെങ്കിൽ ക്യാപ്സൂളുണ്ട്. ഇതൊന്നും ഇല്ലാതിരുന്ന കാലത്ത് നിങ്ങൾ എന്തായിരുന്നു അതിനകത്ത് ഉപയോഗിച്ചിരുന്ന ടെക്നോളജി? അത് ശ്രീധരേട്ടന്റെ കൈവേഗതയും കൈയടക്കവുമാണ്. പറഞ്ഞു തരൂല? ഇല്ല, പറഞ്ഞു തരൂല. പഴയകാലത്തെ മാജിക്കുകളും അങ്ങയുടെ അനുഭവങ്ങളും പിന്നെ വെടിയുണ്ട കടിച്ചു പിടിക്കലിന്റെ നാടകങ്ങളും ഒക്കെ നമുക്ക് പിന്നെ അതിന്റെ രഹസ്യം പറഞ്ഞു തന്നില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്ന പ്രൊഫസറോട് നന്ദിയും സന്തോഷം അറിയിക്കുന്നു. താങ്ക് യു. ഒരുപാട് സന്തോഷം.
നമ്മളോടൊപ്പം ഇന്ന് വളരെ സീനിയർ മോസ്റ്റ് മജീഷ്യനായ ആചാര്യ BL കൃഷ്ണയാണ്. ബാലകൃഷ്ണൻ എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. വിസ്മയ സഞ്ചാരത്തിലേക്ക് സ്വാഗതം. ഒരുപാട് സന്തോഷമുണ്ട്. ഈ സാറിന്റെ അടുത്ത് വരുമ്പോൾ നിൽക്കണമെന്ന് പോലും എനിക്ക് ഇരിക്കാൻ തന്നെ തോന്നുന്നില്ല. കാരണം ഇദ്ദേഹത്തിന് 69 വയസ്സായി. ഇദ്ദേഹം 1947 ജനിച്ച ആളാണ്. 60 മാജിക് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഇദ്ദേഹം മാജിക് തുടങ്ങിയിട്ട് 56 വർഷം പൂർത്തിയാവുന്നു. ഇപ്പോഴും ഉപജീവനത്തിന് വേണ്ടിയിട്ട് മാജിക് തന്നെയാണ് അദ്ദേഹം ആശ്രയിക്കുന്നത്. ഒരാളുടെയും അടുത്ത് പോയിട്ട് ഒരു പൈസ വാങ്ങാനൊന്നും അദ്ദേഹം തയ്യാറല്ല. മരിക്കുന്നത് വരെ മാജിക് ചെയ്ത് ജീവിക്കണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇത്രയും മാജിക്കിനെ സ്നേഹിക്കുന്ന, മാജിക് കൊണ്ട് ഉപജീവനം കഴിക്കുന്ന ഒരാളെ കണ്ടതിലുള്ള ഒരു ബഹുമാനവും സന്തോഷവും ഒക്കെ ഉണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷം. ഈ എങ്ങനെയാണ് മാജിക്കിലേക്ക് ഒരു രംഗപ്രവേശം, മാജിക് പഠിക്കണം എങ്ങനെയാ? വിദ്യാഭ്യാസ കാലത്ത് പ്രൊഫസർ KG കുറുപ്പ് വടകരക്കാരൻ, അങ്ങനെയുള്ള മാജിക്ക് കണ്ടപ്പോ ആവേശം തോന്നി. മാജിക്കില് ഈ KG കുറുപ്പ് അത്രയും ഗംഭീര മജീഷ്യനാണ്. ഒരു സുന്ദരിയായ സ്ത്രീ എന്നാലും ഇദ്ദേഹത്തിന്റെ മുഖത്തൊന്നും കണ്ടെടുക്കില്ല. അദ്ദേഹത്തെ കണ്ട മജീഷ്യന്മാരൊന്നും ഉണ്ടാവും. സൗന്ദര്യവും ഒരു 6-7 അടി പൊക്കം, നല്ല ഗടാഗടിയെ, ഒരു സ്വർണ്ണപ്പല്ലി, വിശ്വവിശ്വമായ പുഞ്ചിരി. ആ രംഗത്ത് വന്നാലുള്ള ആ ആക്ഷൻ, സീരിയസ് ആക്ടിങ്, അതിന് കണക്കായിട്ട് അങ്ങേരുടെ ഐസ്ലാൻഡിലെ ഡ്രം മ്യൂസിക്, ലൈവ് മ്യൂസിക് ആണോ? ലൈവ് ബാൻഡ്, പിന്നെ സെറ്റപ്പിലുള്ള ആളെ ഉണ്ടാവും. ശൂന്യതയിൽ എയറിലൊക്കെ ഭയങ്കര പ്രൗഢി. ബോംബെയിൽ നിന്ന് മാജിക് പഠിച്ചു വന്ന വ്യക്തിയാണ്. അങ്ങനെ കാണിക്കുന്നത് 5-6 നമ്പറാണെങ്കിലും അത് മതി, ജനം എത്തിപ്പോകും. അന്ന് ഒരണ ടിക്കറ്റിന് എക്സിബിഷൻ്റെ ഒക്കെ. അത് ഏത് വർഷം? അത് 1900. അങ്ങനെ തുടങ്ങിയത് 68 മറ്റാ ഞാൻ പരിചയപ്പെടുന്നത്. അതിനു മുമ്പ് മാജിക് ഇങ്ങനെ ചെറുങ്ങനെ അഭ്യസിക്കും. പക്ഷെ ഇന്നത്തെ മാതിരി ഗുരുക്കന്മാരില്ല, പിന്നെ മാജിക് അക്കാദമികളില്ല. അറിയാവുന്നവരും കുറവാ, മാജിക് അറിയുന്നവരും വളരെ കുറവല്ലേ. കുറച്ച് പഴയ ആൾക്കാരുണ്ട്. വഴക്കുന്നം തിരുമേനിയുണ്ട്, അതുപോലെ KG കുറുപ്പുണ്ട്. പക്ഷെ വഴക്കുന്നം തിരുമേനി എല്ലാവർക്കും പഠിപ്പിക്കും. മറ്റുള്ളവര് ഈ വിദ്യ പിൻതലമുറകൾക്ക് കൈവിട്ടു കൊടുക്കാൻ മടിച്ചിരുന്നു. അതുകൊണ്ട് മാജിക് അങ്ങനെ ആയിപ്പോയത്. അപ്പൊ അന്ന് സ്വന്തമായിട്ട് ഇങ്ങനെ ആസൂത്രണം ചെയ്യുന്നത് പിന്നെ KG കുറുപ്പിന്റെ അടുത്ത് പോയി അങ്ങനെ ഒരു സ്ഥലത്ത് വെച്ച് മാജിക് കണ്ടപ്പം കുറെ നിർദ്ദേശങ്ങൾ തന്നു. ഇപ്പൊ സിഗരറ്റ് ആക്ടൊക്കെ ചെയ്യാൻ തുടങ്ങിയത് അറിയാതെ സീക്രട്ട് ഒക്കെ മനസ്സിലാക്കി തുടങ്ങി. മറ്റൊരു വ്യത്യാസമായ രീതിയിലാണ് കാണിച്ചത്. അങ്ങനെ അത് സമ്മതിച്ചു, നല്ല ഐഡിയ ആണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കൊല്ലം തലശ്ശേരി ടെമ്പിൾ ഗേറ്റില് ഒരു എക്സിബിഷൻ നടക്കുമ്പോൾ അങ്ങനെ ടെൻ്റൊക്കെ കെട്ടി റെഡിയായപ്പോൾ അസുഖം വന്ന് മെഡിക്കൽ കോളേജിലായി. പകരം ഷോ നടത്താനില്ല ഉണ്ടായപ്പോൾ ആ ചാൻസിൽ അങ്ങോട്ട് കയറി അറിയാൻ ടിക്കറ്റില്ല. അപ്പൊ അന്ന് മാജിക് ഒരു 4 മണിക്ക് തുടങ്ങിയാൽ 3 മണി വരെ ത്രൂ ഔട്ട് മാജിക്കായി. ഈ 10-20 മിനിറ്റ് ഇങ്ങനെ 1 by 1 ഷോ ഫുൾ ടൈം. അപ്പൊ ഒരു 5 ദിവസത്തെ പ്രോഗ്രാമാണെങ്കിൽ 3 ദിവസം കഴിയുമ്പോൾ കാലിനൊക്കെ നീര് വരും. 3 ദിവസം ഉറക്കു കഴിഞ്ഞാൽ 4ൻ്റെ പിന്നെ പകൽ ഉറക്കു വരില്ല. അങ്ങനെ നിത്യം 20-30 ഷോ ചെയ്ത് ഇപ്പോ ഒരു മടുപ്പ് വന്നുപോയി. പക്ഷെ ജീവിക്കാൻ ചെയ്യാതെ ഇരുന്നൂടല്ലോ. അതാണ് ശരി. ഒരു ഉദ്ദേശം, ഒരു കണക്ക്, എത്ര ഷോ ചെയ്തിട്ടുണ്ടാവും? ഒരു ഉത്സവപ്പറമ്പില് 56 വർഷമായില്ലേ? 56 വർഷമായിട്ട് ശരിക്കും ഗോൾഡൻ ജൂബിലി വരെ പിന്നിട്ടിരിക്കുകയാണ്. അത് ആഘോഷിച്ചോ? ആഘോഷിക്കാൻ അത് ഓർത്തിട്ടും ഉണ്ടാവില്ല. ഇപ്പൊ ഒരുപക്ഷെ ഞാൻ കണക്കൂട്ടുമ്പോഴായിരിക്കും അത് ആലോചിക്കുന്നത്. 56 വർഷമായി ഇദ്ദേഹം മാജിക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഒരു സിൽവർ ജൂബിലി, ഒരു ഗോൾഡൻ ജൂബിലി ഒന്നും ആഘോഷിച്ചിട്ടുമില്ല. വളരെ സാധാരണക്കാരായ മനുഷ്യൻ, ഈവൻ മാജിക് ചെയ്യുന്ന കൊച്ചു കുട്ടികളെ പോലും ബഹുമാനിക്കുന്ന ഒരു സ്വഭാവക്കാരനുമാണ്. എല്ലാവരും ബാലകൃഷ്ണേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ വിളിക്കില്ല, അത്രയും സ്നേഹമാണ് എല്ലാവരും. അടുത്തായിട്ട് ശ്രീജിത്തിന്റെ അങ്ങോട്ട് കൂടി. ഇപ്പോ ശ്രീജിത്ത് വിയൂരിനൊപ്പം ഇദ്ദേഹം സ്റ്റേജ് പങ്കിടുന്നുണ്ട്. ഇപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാജിക് ചെയ്തു തന്നെ ജീവിക്കണം, മാജിക് ചെയ്തുകൊണ്ട് തന്നെ മരിക്കണം എന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. എന്താണ് അങ്ങനെ ഒരു ചിന്ത വരാനുള്ള കാരണം എന്ന് വെച്ചാൽ? അങ്ങനെ ആദ്യം വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ തൊഴിലില്ല. അപ്പം ഈ തൊഴിലും
നോക്കി നടക്കണ്ടല്ലോ. നമ്മുടെ അടുത്തൊരു കലയുണ്ട്, ഇത് തൊഴിലാക്കാൻ തോന്നി. അങ്ങനെ ഒരു പ്രയാണം തുടങ്ങി. എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു ആർക്കെങ്കിലും? വീട്ടിൽ ഫുൾ എതിർപ്പായിരുന്നു, വീട്ടിൽ നിന്ന് പുറത്താക്കി. അപ്പൊ അങ്ങനെ ഒരു പെട്ടിയെടുത്ത് നേരെ എന്താ പര്യടനം ബോംബെ മുതൽ ഇങ്ങനെ ചുറ്റി അലഞ്ഞു തിരിഞ്ഞ് എനിക്ക് ബോംബെയിലേക്ക് പോയി പലയിടത്തും പഠിച്ച് തിരിച്ച് നാട്ടിൽ വന്നപ്പോ നാട്ടിലൊരു എന്താ വേദിയില്ലാണ്ടായി. ഇയാൾ നാടൊക്കെ ചുറ്റി വരികയില്ല. അപ്പൊ പിന്നെ ഒന്ന് ഒരു സെറ്റപ്പ് ആണോ, അങ്ങനെ നാട്ടിൽ തന്നെ ഒരു സ്ഥലമൊക്കെ ഇട്ട് മാരേജൊക്കെ ചെയ്ത് ഒരു മകളുണ്ട്. മകള് വിദ്യാഭ്യാസം കഴിഞ്ഞ് ഒരു ചെറിയ തൽക്കാല ജോലി കയറിയിട്ടുണ്ട്. ദീർഘമായ പഴയ കാലം ആലോചിക്കുമ്പോൾ അന്തം കിട്ടില്ല. എന്തൊക്കെയാണ് കഴിഞ്ഞ ജീവിതത്തിൽ. ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന്, വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ അടുത്ത കാലത്ത് വാഴക്കുന്നം മെമ്മോറിയൽ ട്രോഫിക്ക് വേണ്ടിയിട്ട് യങ്സ്റ്റേഴ്സിന്റെ കൂടെ ഇദ്ദേഹം മത്സരിച്ച് വിജയിച്ചു. അതിനാണ് വലിയ കാര്യം. യങ്സ്റ്റേഴ്സിന്റെ കൂടെ ആർക്കും മത്സരിക്കാൻ പറ്റും. ഈ അന്ന് എത്ര വയസ്സുണ്ട്? എത്ര വർഷം മുമ്പ്? ഒരു 6 വർഷം മുമ്പ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 63-ാം വയസ്സിലൊക്കെ ആയിരിക്കും. 63-ാം വയസ്സിൽ യങ്സ്റ്റേഴ്സുമായിട്ട്, എന്ന് വെച്ചാൽ വാഴക്കുന്നം മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫിക്ക് വേണ്ടിയിട്ടുള്ള മാജിക് മത്സരമാണ് നടക്കുക. അതിൽ സീനിയർ വിഭാഗത്തിൽ എനിക്ക് തോന്നുന്നു 15-ന് മേലുള്ള കുട്ടികളായിരിക്കും. അങ്ങനെയുള്ള കുട്ടികളുടെ കൂടെ ഇദ്ദേഹം മത്സരിച്ച് വിജയിച്ചു. ഈ സിഗരറ്റ് ആക്ട് ആണല്ലോ കൂടുതൽ ചെയ്യുന്നത്. സിഗരറ്റ് ആക്ടില് പിന്നെ എന്താണ് ഒരു ഇത് പ്രത്യേകത തോന്നിയത്? സിഗരറ്റ് ആക്ടിൽ എന്റെ അനുഭവത്തിൽ പ്രത്യേകത തോന്നിയത്, ഇപ്പോഴും സിഗരറ്റ് ഇഷ്ടപ്പെടാത്തവരുണ്ട്. പക്ഷെ എരിയുന്നൊരു സിഗരറ്റും കൊണ്ട് സ്റ്റേജിലിങ്ങ് വന്ന് അതങ്ങോട്ടിട്ട് മറ്റൊന്നും കൂടി എടുത്ത് അത് സ്ത്രീ പുരുഷ ഭേദമേനെ ഇമ്പമായിട്ട് അതിങ്ങനെ വീക്ഷിക്കുന്നുണ്ട്. അപ്പൊ അത് ഉപേക്ഷിക്കണ്ടെന്ന് തോന്നുന്നു. വളരെ റിസ്ക്കുമാണ് കാണിക്കാൻ. കാരണം കത്തുന്ന 10 സിഗരറ്റുകളാണ് നമ്മൾ ഒരേ സമയത്ത് കണ്ണിൽ ഒരു 500 ആളുടെ 1000 ദൃഷ്ടിക്ക് മറച്ചു വെച്ച് കാണിക്കുന്നത്. വളരെ സാഹസികത ഉണ്ടെങ്കിലും ആ ഒരു നമ്പർ കഴിയുമ്പോൾ എല്ലാവരും കൈയ്യടി സന്തോഷം. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ പുകവലി പാടില്ലാത്തതുകൊണ്ട് ഈ പുകവലിക്ക് എതിരായിട്ടാണ് ഇത് കാണിക്കുന്നത്. ഇത് വലിച്ച് ഒരു തവണ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇതിനടിമയാവും, പിന്നെ ഇതിന് മോചനമില്ല. അപ്പോൾ ഇത് ഉപയോഗിക്കാതിരിക്കുക. പുകവലി കൊണ്ടുണ്ടാകുന്ന മാരകമായ ക്യാൻസർ, അർബുദമൊക്കെ എങ്ങനെ ഉണ്ടാകുന്നെന്നും ഈ സിഗരറ്റ് ആക്ച്വലി കൂടി കാണിക്കുന്നുണ്ട്. അതിന്റെ പുക എടുത്തിട്ട് ഒരു ബോധവൽക്കരണം കൂടി അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ ജനങ്ങൾക്ക് അതൊരു പുതിയ തലമുറകൾക്ക് ഇത് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു മെസ്സേജ്.
ഇപ്പൊ നമ്മൾ കാണുന്ന ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പതിയെ സംസാരിക്കുന്ന ആളല്ല. ആ സമയത്ത് ഒരു പ്രൗഢിയോടുകൂടി ഒരു വരവുണ്ട്. അത് ഞാൻ കണ്ടിട്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഉണ്ട്. അപ്പോ ഇദ്ദേഹത്തിന്റെ മാജിക് നമ്മൾ കാണാൻ പോകുന്നു.
എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 69 വയസ്സിലും ഞാൻ എൻ്റെ തൊഴിലാണ് ചെയ്യുന്നത്. ഈ തൊഴിൽ ചെയ്ത് എന്നെ ജീവിക്കണം, ഈ തൊഴിൽ ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് മരിക്കണമെന്നൊക്കെ മനസ്സുകൊണ്ട് തീരുമാനിച്ച അങ്ങയുടെ മുമ്പിൽ പ്രണമിക്കുന്നു. എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. ശരിക്കും ഇവിടെ ഇരിക്കുമ്പോഴത്തേക്ക് ഒരു ചെറിയ പേടിയോടുകൂടിയാണ് ഞാൻ ഇരിക്കുന്നത്. കാരണം അത്രയും സീനിയർ മോസ്റ്റ് ആളാണ്, ഇന്നും അതിൽ അഭിമാനം കൊള്ളുന്ന ഒരാളാണ്. നമ്മളെ പോലെയുള്ള മാജിക് പഠിച്ചു വരുന്ന ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു വിസ്മയ സഞ്ചാരത്തിന്റെ ഇതിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് വിസ്മയ സഞ്ചാരത്തിന്റെ യാത്ര സാർത്ഥകമായി എന്ന് തോന്നിയ ഒരു നിമിഷമാണ്. ഒരുപാട് 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 സന്തോഷം. ഈ മാജിക് എന്ന കലയിൽ ഒരു പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഞാൻ മാജിക്കിനോട് കൂടുതൽ അടുത്ത് നിൽക്കുന്നതായിട്ട് പോലും എനിക്ക് തോന്നിപ്പോകുന്ന തരത്തിലേക്ക് ഒരു മാറ്റം എൻ്റെ മനസ്സിലുണ്ടാക്കുന്നത്. അത് താങ്കളുടെ ആ ഒരു വഴിയാണ്, താങ്കൾ വെട്ടിത്തെളിച്ച ഒരു വഴിയാണ്. ഒരുപാട് സന്തോഷം. താങ്ക് യു സാർ.